ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം. ഉസ്താദ് ഹോട്ടലില് ഫൈസി ബിരിയാണി ഉണ്ടാക്കുന്ന സീൻ ഓർമ്മയുണ്ടോ? തിലകൻ സുലൈമാനി ഉണ്ടാക്കുന്നതോ? അല്ലെങ്കിൽ വേണ്ട, കളിപ്പാട്ടത്തിൽ മോഹൻലാല് പഴങ്കഞ്ഞിയെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ കൊതിയായ എത്ര പേരുണ്ട്. അതൊക്കെ വിട്. പ്രേമത്തിലെ റെഡ് വെൽവെറ്റ് കേക്കോ, ഗോദയിലെ ബീഫ് മലയാളികൾക്ക് ഒരു വികാരമാണ് എന്ന് പറയുന്ന ആ സീനോ, സോൾട്ട് ആൻഡ് പെപ്പർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. അയ്യോ വിശക്കുന്നു. അപ്പൊ വന്ന കാര്യം പറയട്ടെ. എന്നെപ്പോലെ നിങ്ങളും അങ്കമാലി ഡയറീസ് കണ്ടിറങ്ങി അങ്കമാലിയിൽ പോർക്ക് കട തപ്പി നടന്നിട്ടില്ലേ? ബട്ട് വൈ? വെൽക്കം ടു സിനിമാസ് ബിഗ്ഗസ്റ്റ് ട്രിക്ക്. ഇറ്റ് ഡസൻറ്റ് ഫീഡ് യുവർ ഫുഡ്, ഇറ്റ് ഫീഡ്സ് യുവർ ബ്രെയിൻ. ഹായ്, ദിസ് ഇസ് അഞ്ജന ജോർജ് ആൻഡ് ഇന്ന് നമ്മൾ ചോദിക്കുന്നത് ഒരു സിമ്പിൾ ചോദ്യം. ബട്ട് വൈ? വൈ ഡസ് സിനിമ മേക്ക് യു ടേസ്റ്റ് സംതിങ് ദാറ്റ് ഈസൻറ്റ് ഈവൻ ദെയർ? എന്തുകൊണ്ടാണ് ഒരു സീൻ നിങ്ങളെ ഒരേ സമയം ഹംഗ്രി, ഇമോഷണൽ, നൊസ്റ്റാൾജിക് ആക്കുന്നത്? വൈ ഡസ് സിനിമ ഗിവ് യു എ ഫുഡ് ഗ്യാസം? നമുക്ക് തുടങ്ങാം നമ്മുടെ സിനിമയിൽ നിന്ന്. ബിക്കോസ് മലയാള സിനിമ ഡസൻറ്റ് ജസ്റ്റ് ഷോ ഫുഡ്, ഇറ്റ് ലീവ്സ് ഇൻസൈഡ് ഇറ്റ്. ഉസ്താദ് ഹോട്ടൽ ഫൈസി ബിരിയാണി ഉണ്ടാക്കുന്നത് അതൊരു റെസിപ്പി അല്ല, അതൊരു ഐഡൻറ്റിറ്റി റീബിൽഡാണ്. ഈച്ച് ലെയർ ഓഫ് റൈസ്, ഈച്ച് മസാല, ഈച്ച് സ്ലോ ദം, അവൻ തൻ്റെ ലൈഫ് റീബിൽഡ് ചെയ്യുന്നു. തിലകൻ സുലൈമാനി സെർവ് ചെയ്യുമ്പോൾ അത് വെറും ചായയല്ല, അതൊരു ഫിലോസഫിയാണ്. ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല, ഫുഡ് ഷെയർ ചെയ്യുന്നതും കൂടിയാണ് ജീവിതം എന്ന് പറയുന്ന ആ ഒരു സൈലൻറ്റ് ഡയലോഗ്. സോൾട്ട് ആൻഡ് പെപ്പർ ആലോചിച്ച് നോക്ക്. ഇവിടെ ഫുഡ് വെറും ബാക്ക്ഗ്രൗണ്ട് അല്ല, ഫുഡ് ഇസ് റൊമാൻസ്. ലാല് പറയുന്ന ഓരോ റെസിപ്പിയും ഓരോ ഫ്ലർട്ടേഷ്യസ് മൊമെൻ്റ് ആണ്. ടേസ്റ്റ് ഡിസ്ക്രിപ്ഷൻ വഴി ലവ് ഡെവലപ്പ് ആകുന്നു. യു ആർ നോട്ട് വാച്ചിങ് ടു പീപ്പിൾ ഫോളിങ് ഇൻ ലവ്, യു ആർ ടേസ്റ്റിംഗ് ദെയർ ലവ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഇവിടെ സെയിം ഫുഡ്, സെയിം കിച്ചൺ, ബട്ട് പെർസ്പെക്റ്റീവ് മാറിയാൽ മീനിങ് മാറി. കട്ടിങ്, ഗ്രൈൻഡിങ്, വാഷിംഗ്, റിപ്പീറ്റിംഗ്, സൗണ്ട് ഡിസൈൻ തന്നെ ഒരു ടോർച്ചർ പോലെ തോന്നും. ഫുഡ് ഇവിടെ ലേബറാണ്, ലേബർ ഇവിടെ ജെൻഡർ പൊളിറ്റിക്സ് ആണ്. ഒരു വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഒരു സ്ത്രീയുടെ ഇൻവിസിബിൾ സ്ലേവറിയാണ് എന്ന് സിനിമ കാണിക്കുന്നു. സഡൻലി ഫുഡ് ഇസ് നോട്ട് കംഫർട്ട്, ഇറ്റ് ഇസ് ഒപ്രഷൻ. കുമ്പളങ്ങി നൈറ്റ്സ് ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഡൈനിങ് ടേബിൾ സീൻസ് ഓർമ്മയുണ്ടോ? കയോട്ടിക് ആണ്, ഇൻകംപ്ലീറ്റ് ആണ്, ഇംപെർഫെക്റ്റ് ആണ്. പക്ഷേ അവിടെയാണ് ഹീലിംഗ് നടക്കുന്നത്. ഫുഡ് ബിക്കംസ് ഫാമിലി റീകൺസ്ട്രക്ഷൻ. ഇതേ സെയിം സിനിമയിൽ ഡൈനിങ് ടേബിളിൻ്റെ മറ്റൊരു വശം കാണിക്കുന്നുണ്ട്. ഷമ്മി പൂരി ചോദിച്ചുകൊണ്ട് കസേര മാറ്റിയിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അവിടെ ടോക്സിക് മസ്കുലിനിറ്റിയുടെ ഒരു പ്രതീകമാണ് നമ്മൾ കാണുന്നത്. മഹേഷിൻ്റെ പ്രതികാരം. എ സ്മോൾ മീൽസ്, എ കാഷ്വൽ ഈറ്റിംഗ് മൊമെൻറ്റ്. ദേ ആർ നോട്ട് സിനിമാറ്റിക്, ദേ ആർ ലൈഫ് ഇറ്റ് സെൽഫ്. നിങ്ങൾക്ക് തോന്നും നിങ്ങൾ അവിടെ ഇരിക്കുകയാണെന്ന്. നോട്ട് വാച്ചിങ് ബട്ട് ബിലോങ്ങിങ്. അങ്കമാലി ഡയറീസ്. ലെറ്റ്സ് ബി ഓണസ്റ്റ്, ക്ലൈമാക്സ് കഴിഞ്ഞ് തിയേറ്റർ വിട്ടപ്പോൾ സ്റ്റോറി മറന്നു പോയിട്ടുണ്ടാവും, പക്ഷേ പോർക്ക് കറി മറക്കില്ല. ദാറ്റ് ഫൈനൽ ഫീസ്റ്റ്, ആ ഓയിലി ഷൈൻ, ആ റോ ടെക്സ്ചർ, അത് ജസ്റ്റ് ഫുഡല്ല, അതൊരു കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റിയാണ്. ഗോദ. ഇവിടെ ഫുഡ് നൊസ്റ്റാൾജിയാണ്. ടൊവിനോ പഞ്ചാബിൽ പോകുമ്പോൾ അയാൾ മിസ് ചെയ്യുന്ന വീട്ടിലെ ഫുഡാണത്. ബീഫ്, കേരള സ്റ്റേറ്റ്. സഡൻലി ഫുഡ് ബിക്കംസ് ഹോം ആൻഡ് ഓൾസോ ഫുഡ് ബിക്കംസ് പൊളിറ്റിക്സ്. വാട്ട് യു ഈറ്റ് ഡിഫൈൻസ് വെയർ യു ബിലോങ്. പ്രേമം, റെഡ് വെൽവെറ്റ് കേക്ക്, അതൊരു കേക്കല്ല, അതൊരു ഫേസ് ഓഫ് ലൈഫാണ്. ലവ്, യൂത്ത്, സ്വീറ്റ്നെസ്, ഹാർട്ട് ബ്രേക്ക് എല്ലാം ഒരു വിഷ്വലിലുണ്ട്. ഇന്ത്യൻ സിനിമയിലേക്ക് വന്നാൽ ദ ലഞ്ച് ബോക്സ്. ഒരു ഡബ്ബ ബിക്കംസ് കണക്ഷൻ, ലവ് ആൻഡ് എസ്കേപ്പ്. ഇംഗ്ലീഷ് വിംഗ്ലീഷ്, ആ ലഡൂസ് അവരുടെ ഐഡൻറ്റിറ്റിയാണ്. ആമിസ്, ഫുഡ് ബിക്കംസ് ഡിസയർ ആൻഡ് ഒബ്സഷൻ. ഇന്റർനാഷണൽ സിനിമകളിൽ പോലും ഇതേ പാറ്റേൺ കാണാം. റാറ്ററ്റൂലി. സിനിമ കാണുമ്പോൾ ഒരു ബൈറ്റിലൂടെ നമ്മൾ പോലും ചൈൽഡ്ഹുഡിലേക്ക് പോകുന്നു. പാരസൈറ്റിലെ റാംഡൻ, ആ കുടുംബങ്ങൾക്കിടയിലുള്ള ക്ലാസ് ഡിവൈഡ് കാണിക്കുന്നു. പൾപ്പ് ഫിക്ഷനിലെ ആ ബർഗർ, ആ സിനിമയുടെ ടോൺ തന്നെ സെറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ സയൻസ് പറയാം. ഫുഡ് ആക്ടിവേറ്റ്സ് സെൻസറി മെമ്മറി. സ്മൈലും ടേസ്റ്റും നേരിട്ട് കണക്ട് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ഇമോഷണൽ സെൻറ്ററിലേക്കാണ്. അതുകൊണ്ട് ഒരു ബിരിയാണി സീൻ കണ്ടിട്ട് നിങ്ങൾക്ക് വിശക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഓൺ മെമ്മറീസ് ട്രിഗർ കൂടി ആകുകയാണ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുട്ടിക്കാലം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ. സിനിമ ബിക്കംസ് പേഴ്സണൽ. അതുകൊണ്ടാണ് മുന്നിൽ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് അത് ടേസ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത്. ദാറ്റ് ഇസ് ഫുഡ് ഗ്യാസം. അതുകൊണ്ട് അടുത്ത തവണ ഒരു സിനിമ കാണുമ്പോൾ പ്ലേറ്റിൽ എന്താണെന്ന് നോക്കണ്ട, അത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഫീൽ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ബിക്കോസ്
Cinema doesn't just show food, it makes you taste memory, feel identity and question politics. ഇനിയും ഒരുപാട് ഫുഡ് ഫിലിംസ് ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കാരണം ഇവിടെ നമ്മൾ സിനിമ കാണുകയല്ല, സിനിമ അനുഭവിക്കുകയാണ്. This is Anjana George. Bye from But Why, powered by Crayon Studios. Thank you.